നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 632nd day. Today 24th sloka of Pradhama Skandha 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 632 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ വൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. ത ഏവ വേദാ ദുർമേദേ ധാര്യന്തി പുരുഷൈരഥാ. ഏവം ചകാര ഭഗവാൻ വ്യാസകൃപണവത്സല. ഓം തത്സത്. ത ഏവ വേദാ ദുർമേദേ ധാര്യന്തി പുരുഷൈരഥാ. ഏവം ചകാര ഭഗവാൻ വ്യാസകൃപണവത്സല. ഓം തത്സത്. ത ഏവ വേദ. തേ വേദ ഏവ എന്നാണ് വരിക. ആ വേദങ്ങൾ തന്നെ. തേ വേദ ഏവ. ത ഏവ വേദ. ദുർമേധേ പുരുഷി. ബുദ്ധി കുറഞ്ഞ പുരുഷന്മാരാൽ, അതായത് സാധാരണ ജനങ്ങളാൽ. യഥാ ധാര്യന്തേ. ദുർമേധേ ധാര്യന്തേ എന്നാണ് വരിക. പുരുഷൈ യഥ. അത് ദുർമേധേ ധാര്യന്തേ പുരുഷ. ദുർമേധേ പുരുഷേ യഥാ ധാര്യന്തേ. അങ്ങനെയാണ് വിഭജിക്കുമ്പോൾ വരിക. ബുദ്ധി കുറഞ്ഞ പുരുഷന്മാരാൽ എങ്ങനെ ധരിക്കപ്പെടുമോ. കൃപണവത്സല. ദീനരിൽ സ്നേഹമുള്ള ആ ഭഗവാൻ ഭഗവാൻ വ്യാസൻ ഏവം ചകാര ഇങ്ങനെ ചെയ്തു. അതായത് ഏവം ചകാര ഭഗവാൻ വ്യാസ കൃപണവത്സല. ഭഗവാൻ വ്യാസ കൃപണവത്സല ദീനരിൽ സ്നേഹമുള്ള. ഏവം ചകാര ഇപ്രകാരം ചെയ്തു, ഇങ്ങനെ ചെയ്തു. അതായത് വേദവിഭാഗം ആ മുഴുവനായിട്ടുള്ള ആ വേദത്തെ സാധാരണ ജനങ്ങൾക്ക് പഠിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി കുറഞ്ഞ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിബുദ്ധിമാന്മാരല്ലാത്ത, പ്രഗത്ഭന്മാരല്ലാത്ത സാധാരണ ജനങ്ങൾ എന്നാണ്. ഈ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ വ്യാസഭഗവാൻ വേദത്തെ ഇപ്രകാരം ഗോപശാഖകളാക്കിയിട്ട് തിരിച്ചു. അങ്ങനെ അനേകം ശാഖകളായിട്ട് അദ്ദേഹം ആ വേദത്തെ കൽപ്പിച്ചു ഉണ്ടാക്കി. അങ്ങനെയാകുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അത് പഠിക്കുവാൻ എളുപ്പമായിരിക്കും. അങ്ങനെ സാധാരണ ജനങ്ങൾക്കുള്ള ദീനവത്സരൻ, സാധാരണ ജനങ്ങളിൽ സ്നേഹമുള്ള കൃപണവത്സല. കൃപണ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ, ദീനന്മാരായിട്ടുള്ള ജനങ്ങളിൽ സ്നേഹമുള്ള വ്യാസഭഗവാൻ വേദത്തെ പല ശാഖോപശാഖകളാക്കി ഉണ്ടാക്കി. വേദമാകുന്ന ആ മഹാവൃക്ഷം അനേക ശാഖകളോട് കൂടിയിട്ടുള്ളതായിട്ട് മാറ്റി സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ത ഏവ വേദ ദുർമേധേ ധാര്യന്തി പുരുഷൈരഥ. ഏവം ചകാര ഭഗവാൻ വ്യാസ കൃപണവത്സല. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് ശ്രമം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.